ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ പുതിയൊരു പ്രൊഡക്റ്റ് റിവ്യൂ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ വ്ളോഗ് ഇടുന്നത്. ഞാൻ ഇന്നേവരെ ചെയ്തിട്ടില്ല, എനിക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ എനിക്കത് ചെയ്യണം തോന്നി, അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആസിഫിയോളിനോ നിങ്ങൾ ഇപ്പോൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. അപ്പോൾ നമുക്കെന്ന് അധിക സമയം കളയുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ സബ് അടിച്ചോ, ലൈക്ക് അടിച്ചോ, നമുക്ക് നേരെ എന്ന വീഡിയോയിലേക്ക് കിടക്കാം. പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ ബാ. സോ ബേസിക്കലി ഇതൊരു എന്താ പറയുക, കൺട്രോളർ ആയതുകൊണ്ട് തന്നെ കൺട്രോളർ കുറേ ടൈപ്പ് ഓഫ് കൺട്രോൾസ് ഉണ്ട്. പ്ലേ സ്റ്റേഷൻ തന്നെ ഏറ്റവും മെഗാ സംഭവമാണ്. എൻ്റെ അറിവിലാണ്, എൻ്റെ ഒരു മേ ബി ഞാൻ പറഞ്ഞില്ല, എനിക്കങ്ങനെ ഞാൻ ഈ ഫീൽഡിൽ വലിയ എക്സ്പെർട്ടുള്ള ആളൊന്നുമല്ല. പക്ഷെ എൻ്റെ ഒരു ബേസ് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. സോ നമ്മളെന്തായാലും ആ പ്ലേ സ്റ്റേഷൻ്റെ സംഭവം ആ കൺട്രോളർ എല്ലാം പർച്ചേസ് ചെയ്തത് വേറൊരു ബ്രാൻഡിൻ്റെ ഒരു ബേസ് പ്രൈസിൽ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് ഞാൻ ഏകദേശം പർച്ചേസ് ചെയ്തിട്ടുള്ളത്. സോ ഇത് എന്തായാലും നല്ല പാക്കിങ് കാര്യത്തിൽ വന്നത്. ഫ്ലിപ്കാർട്ട് ചങ്ങായി വന്നപ്പോൾ സംഭവം പൊളിക്കാൻ പറഞ്ഞു, പക്ഷെ ഞാൻ പൊളിച്ചില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് കാണിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ എന്താ പറയുക, ഇതൊരു സംഭവം അൺബോക്സ് ചെയ്യുന്നത് നിങ്ങൾ മുന്നിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ചങ്ങായി ചെറുങ്ങനെ പൊളിച്ചൊക്കെ നോക്കി. പക്ഷേ ചങ്ങായിക്ക് എന്തോ ഈ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണമല്ലോ, ആ ഒരു ഇതുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അധികം നോക്കിയില്ല. അപ്പോൾ എന്നാലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അൺബോക്സ് ചെയ്യാം, അതായിരിക്കും നല്ല. ഓക്കെ, ഇതാദ്യൻ്റെ ടേപ്പ് റിമൂവ് ചെയ്യണം. സംഭവം ഇനി ആയിട്ടില്ല, അതിന് മുൻപ് ഈ കുന്തനാട്ടെല്ലാം കളയാം, ഇതിനൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ കുറച്ച് നല്ല ക്വാളിറ്റി പാക്കിങ്ങിലായിട്ട് ചെയ്ത സാധനം. ഉള്ളിൽ കുലുങ്ങുന്നുണ്ട് കേട്ടോ സംഭവം. ഒന്ന് മുറിക്കാം അല്ലേ. ഓക്കെ ഡൺ. ഈ സൈഡും കൂടി ഈ കൺട്രോളേഴ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ നമ്മുടെ കൂട്ടത്തിൽ തന്നെ. പണ്ട് എനിക്ക് ഈ ഒരു സാധനം ഓർമ്മയെന്ന് വെച്ചാൽ പണ്ട് ഇതിൽ ഭയങ്കര ഒരു കളിക്കുന്നൊരു സാധനമായിരുന്നു. പക്ഷേ അങ്ങനെ കുറേ കാദേശം ഞാൻ ഈ സാധനം ഇപ്പോൾ സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാവുന്നതല്ല. സോ നമുക്കൊരു പെട്ടി വന്നിട്ടുണ്ട്. പെട്ടിൻ്റെ ഉള്ളിലൊന്നുമില്ല കേട്ടോ. സോ ഗൈസ്, ദിസ് ഈസ് ദ സാധനം. സോ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ ഇവോഫോക്സിൻ്റെ 1S യൂണിവേഴ്സ് വയർലെസ് ഗെയിം പാഡ് ആണ്. ആൻഡ് ഓൾസോ വയേർഡ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല, വയർലെസ് ആണ്. ഇതിൻ്റെ അടുത്ത് ഒരു USB-C പോർട്ട് ഉണ്ട് എന്നൊക്കെ ഞാൻ ഇതിൻ്റെ മാനുവൽ ഇൻസ്ട്രക്ഷൻസിൽ കണ്ടിരുന്നു. പക്ഷെ നമുക്കിത് വയർലെസ്സും ആണ്, ആ ഒരു ടൈപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ വയറിലാണ്ട് ഡയറക്റ്റ് കണക്ടിവിറ്റി ഉപയോഗിക്കേണ്ട സാധനമല്ല. സോ ഇവോഫോക്സിൻ്റെ നമ്മളെ കൺട്രോളറാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. സോ ഇതിൻ്റെ പെട്ടി മുന്നിൽ ഇങ്ങനെയാണ് ഉള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇതാ ഇതിൻ്റെ പെട്ടി. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഇതാ നമ്മൾ പെട്ടീനെ അൺബോക്സ് ചെയ്യണം. ഇവോഫോക്സ് ഇതിന് ആക്ച്വലി ആപ്പ് ഉണ്ട്. ആപ്പിലൂടെ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം നമുക്കൊന്ന് അറിയാൻ പറ്റും, വിചാരിക്കുന്ന പോലെയല്ല സംഭവം. പിന്നെ കുറച്ച് നല്ലൊരു ക്വാളിറ്റി ഇതുണ്ട് കേട്ടോ ആ ഒരു സംഭവം. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇൻ ദ ബോക്സ് വയർലെസ് ഗെയിം പാഡ്, 2.4G റിസീവർ ഉണ്ട്, പിന്നെ USB എക്സ്റ്റൻഡർ കേബിളുണ്ട്, ചാർജിങ് കേബിൾ, USR മാനുവൽ. അത് നമുക്ക് ആവശ്യമില്ലാത്തതാണല്ല. പിന്നെ സംഭവം വേറെ ഇതിൻ്റെ പ്ലേ വിത്ത് പവർ. ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ഇതുണ്ട്, പ്ലേ വിത്ത് പവർ. മുന്നിൽ ഈ ഒരു ഇൻ്റർഫേസാണ് കാണുന്നത്. ബാക്കിൽ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ്, കളിക്കേണ്ട സംഭവങ്ങൾ കാണേണ്ട സാധനം ഉണ്ട്. ഏകദേശം ഇതിൻ്റെ ഇത് കീ കൺട്രോൾസ് ഉപയോഗിക്കേണ്ട സംഭവങ്ങളെല്ലാം നമുക്കെന്നാൽ കളിച്ചിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ ഇവിടെ നമുക്ക് ഒരു സ്കാനർ കാണാൻ പറ്റും. ആ സ്കാനറിൽ നമുക്ക് സ്കാൻ ചെയ്താൽ സംഭവം ഏകദേശം നമുക്ക് ഇതെല്ലാം നോക്കാൻ പറ്റും. അതിൻ്റെ ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് സംഭവം iOS-ലും പ്ലേ സ്റ്റേഷനിലും ആൻഡ്രോയിഡിലും PC-ലും പിന്നെ അതേപോലെ തന്നെ സ്റ്റീമിലും എക്സ്ബോക്സിലെല്ലാം നമുക്ക് റൺ ചെയ്യാൻ പറ്റും. എക്സ്ബോക്സ് അടക്കം ഇതിൽ റൺ ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൺട്രോളറിൽ നമുക്ക് ഏകദേശം എല്ലാ സെറ്റപ്പ് ഉപയോഗിക്കാൻ പറ്റിയൊരു സംഭവം ഉണ്ട് കേട്ടോ. സോ 1S ഇവോഫോക്സിൻ്റെ 1S യൂണിവേഴ്സൽ വയർലെസ് ഗെയിം പാഡാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽ നോക്കട്ടെ. ഉള്ളൊന്നും കാണാണ്ട് ഞാൻ വെറുതെ ഡയലോഗ് എടുക്കും. ഇടയ്ക്ക് ഇത് കുറച്ച് ഓപ്പൺ ചെയ്യാൻ ഇവിടെയാണല്ലേ സംഭവം. ഇവിടെ ഒരു ഇതുണ്ട്, ഇത് കട്ട് ചെയ്യാം. ഓക്കെ, സോ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. വാവ്, അടിപൊളി. ഇത് സംഭവം പൊളി കേട്ടോ. നല്ലൊരു ഇതുണ്ട് കേട്ടോ. ഇങ്ങനെയാണോ ഇനി മറ്റേ 17 Pro Max എല്ലാം വീഴുന്ന പോലെ പേടിയാണ് നമ്മൾ ഈ ഒരു സാധനം പൊളിക്കുമ്പോൾ. ഇതിങ്ങനെയാണല്ലേ. ഓക്കെ. ഇതാ സംഭവം. അവർക്ക് ഇതാ സാധനം ഓപ്പൺ ആയിട്ടുണ്ട്.
നമുക്ക് ഓപ്പൺ ആയിട്ട് ഇങ്ങനെയുള്ള ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നത്. അയ്യോ ഒരു സാധനം താഴെ വീണുപോയി, അത് വെയിറ്റ് ഞാൻ കാണിച്ചു തരാം. സോ ഒരു യൂസർ മാനുവൽ തന്നിട്ടുണ്ട്. ബേസിക്കലി ഒരു യൂസർ മാനുവലും പിന്നെ ഇത് നമുക്ക് ലാസ്റ്റ് നോക്കാം, അത് ആവശ്യമില്ലാത്ത. പിന്നെ നമ്മൾ ഉള്ളിൽ വരുന്ന ഇങ്ങനെയാണ്, താഴെ വീഴാണ്ട് ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഐ തിങ്ക് നമ്മളെ കൺട്രോളർ ഉണ്ട്, ഇത് മറ്റേ ഇതാ റിസീവറാന്ന് തോന്നുന്നു. പിന്നെ ഒരു ചാർജർ വയർ, ഇത് മറ്റേ നമ്മൾ കണക്ട് ചെയ്യേണ്ട സാധനമാണ് തോന്നുന്നു, ഏകദേശം അതും ഉണ്ട്. പിന്നെ 2 കേബിൾ വയേഴ്സ് ഉണ്ട്. പിന്നെ യൂസർ മാനുവൽ നമുക്ക് എന്താ നോക്കാം. ആദ്യം നമുക്കൊന്നാലും വായിച്ചു നോക്കണമല്ലോ, അല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇത് ഏകദേശം താഴെ വീണുപോയ സാധനമാണ്. ഇത് നമ്മളെ യൂസർ മാനുവൽ. ആൻഡ് ഇത് ആക്ച്വലി ജോയിൻ ദ ട്രൈബ് ദ വില്ലേജ് നീഡ്സ് യു എന്നിട്ടുള്ളത്. ഇത് അവരെ വോക്സ് ബ്രാൻഡിൻ്റെ ലൈക്ക് എന്തോ അവരെ ഇതിലാൻഡ് ബ്രാൻഡിൽ രജിസ്റ്റർ ചെയ്യേണ്ട സംഭവം തന്നെ. അവരെ ഗെയിം സ്റ്റീമൊക്കെ പോലെ എന്തോ രജിസ്റ്റർ ചെയ്യേണ്ട സംഭവം തോന്നുന്നു. അവരിതിൽ തന്നെ രജിസ്റ്റർ ഈ ഇവിടെ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ട്. അത് സ്കാൻ ചെയ്താൽ തന്നെ ഏകദേശം ഇതിൽ 10% ഓഫ്, പിന്നെ എന്തോ ഓഫേഴ്സ് ഉണ്ട്. അത് തന്നെ ഡിസ്കൗണ്ട്സ്, ഓഫേഴ്സ്, കണ്ടസ്റ്റൻറ്റ്, അങ്ങനെ എന്തൊക്കെയോ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടേണ്ടയാ. നമുക്ക് ആവശ്യമില്ലാത്ത ഇത് എന്തായാലും അതിൽ വരുന്നതാണ്. പിന്നെ ഇത് ഫൈനലി ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം, നമുക്ക് വാറണ്ടി കാർഡ് ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതെന്തായാലും നല്ല. പൊതുവെ ഇതൊക്കെ ഓൺലൈനിൽ കൊടുക്കാറില്ലേ, അതെനിക്കെന്തോ ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഓൺലൈൻ ആകുമ്പോൾ ഞാൻ എപ്പോഴും മടിക്കുന്ന സാധനം, ഈ പണ്ടാ രീതിക്ക് അങ്ങ് പോയിട്ട് രജിസ്റ്റർ ചെയ്ത് സിമ്പിൾ പണിയാണ്. പക്ഷേ എനിക്ക് ചില സമയം ഈ ചൊറ വരും. ഈ ഓൺലൈനിൽ വാറണ്ടി അപ്ലൈ ചെയ്യാൻ ഭയങ്കര ഇതാണ്. ഇവിടെ ഒരു സ്പെഷ്യൽ കാർഡ് തന്നെ കൊടുത്തിട്ടുണ്ട്, വെൽക്കം ടു ദ മെക്കേറ്റ് റിവാർഡ്സ് പ്രോഗ്രാം. പിന്നെ അവരെ കസ്റ്റമർ സപ്പോർട്ടിന് വേണ്ട സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സംഭവം ഇത്രയേ ഉള്ളൂ. സിംപ്ലി സ്കാൻ ദിസ് QR കോഡ് ടു ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യാനും പിന്നെ വാറണ്ടി ക്ലെയിം ചെയ്യാനും എല്ലാ ഓപ്ഷനും ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ചെയ്ത പാടന്നെ 200 റിവാർഡ് പോയിൻറ്റ്സ് തന്നെ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അഡീഷണൽ 3 months വാറണ്ടി ആണ്. നമ്മുടെ ബേസ് പ്രോഡക്റ്റ് ആണ്, ലൈക്ക് വലിയ സംഭവം എന്നല്ല. സോ ബേസിക്കലി അതിന് തന്നെ 3 മാസം വാറണ്ടിയോളം ഇവർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3 മാസമേ തരുന്നുള്ളൂ, അല്ലാണ്ട് 1 കൊല്ലത്തേക്കൊന്നുമില്ല. അപ്പോൾ 3 മാസം വരെ എന്തെങ്കിലും ഇൻറ്റേർണൽ ഡാമേജ് ആയാൽ ബാക്കി എന്തെങ്കിലും കൊടുത്തയച്ചാൽ തിരിച്ച് കിട്ടും. എന്തെങ്കിലും പ്രശ്നമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പൈസ കിട്ടിയിട്ട് തന്നെ ശരിയാക്കേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയാണ്. പിന്നെ നമ്മളെ യൂസർ മാനുവലിൽ ഫസ്റ്റ് തന്നെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ്. ബേസിക്കലി ഇതാ തുറന്ന് കാണിക്കുന്നുണ്ട് ഗെയിം പാഡ്സിൻ്റെ ഇൻസ്ട്രക്ഷൻസ്. ഞാൻ തന്നെ ഓരോ കണക്ട് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് ഉണ്ട്. ബ്ലൂടൂത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് വായിച്ച് നോക്കിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ബ്ലൂടൂത്ത് മോഡ് ഓരോന്ന് കാണാൻ പറ്റില്ല. ബ്ലൂടൂത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ കണക്ട് ചെയ്യേണ്ട എല്ലാ പ്രൊസീജിയേഴ്സും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. USB വയർഡ് മോഡ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, PC, സ്റ്റീമിലും പിന്നെ Xbox, പിന്നെ ആൻഡ്രോയിഡ്, iOS ഇതെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും ഈ സാധനം. സോ അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്ക് ഈ ഒരു ഇത് ഏകദേശം ബേസ് പ്രൊഡക്റ്റ് ആണെങ്കിൽ തന്നെ നല്ല രീതിയിൽ യൂസ്ഫുള്ളാണ്. കാരണം അത്രയ്ക്കും എല്ലാ സാധനത്തിലും കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതതിൻ്റെ മെയിൻ യൂസ്ഫുൾ കേട്ടോ. നമുക്ക് ഇതിൻ്റെ മെയിൻ സാധനം എടുത്ത് തന്നെ ഉണ്ട്, ഇറക്കിയിട്ടില്ല ഞാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം വരുന്നത്. ഏകദേശം നല്ല ഞാൻ വൈറ്റ് കളറ് ചൂസ് ചെയ്തത്. 2 കളറുണ്ട്, ബ്ലാക്കും വൈറ്റും. ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു ഡിസ്പ്ലേ ബ്ലാക്ക് ആവും, ഇതിൻ്റെ ഇവിടെ ഒരു ഡാർക്ക് ബ്ലാക്ക് ആയിരിക്കും. വൈറ്റ് വരുന്ന ഡിസ്പ്ലേ ഇങ്ങനെയാണ് ഉള്ളത്. എനിക്ക് വൈറ്റ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു, കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിക്കോട്ടെ, തിളങ്ങി നിൽക്കുമല്ല, അവിടെ ഞാൻ ഇതാണ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേച്ചി. ഇതിൻ്റെ കുറച്ച് സ്റ്റിക്കേഴ്സ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് ചിലവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ ഈ സാധനം. നമ്മളെ ചില എയർപോർട്ട്സ് വാങ്ങുമ്പം നമുക്ക് ഇങ്ങനെ കിട്ടാറുണ്ട് ഈ ടൈപ്പ് സാധനം. അതുപോലെ നമ്മൾ ഈ ഇവോക്സിൻ്റെ കൺട്രോളർ ബാൻഡ് കൊടുക്കുമ്പോഴും ഉണ്ടെന്ന് തോന്നട്ടെ ഈ സ്റ്റിക്കേഴ്സ് സാധനം. എന്തായാലും നല്ലുണ്ട്. ഇത് നമ്മൾക്ക് ഇങ്ങനെ ആവശ്യമുണ്ട് എവിടെയെങ്കിലും ഒട്ടിച്ചേക്കാം, നമ്മുടെ കൺട്രോളറിൽ എവിടെയെങ്കിലും വെച്ചാൽ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് ഈ സാധനം എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കാം. ഞാൻ നല്ല എക്സൈറ്റഡാണ്. എന്താ അറിയോ, കുറേ ദിവസമായി, കുറേ എന്നല്ല പണ്ട് തൊട്ടേ ഒരു സമയം വരെ മുതലേ ഈ ഈസിയിൽ മറ്റേ WASD കീ ലെറ്റർ ഉപയോഗിച്ചിട്ട് ഇത് നമ്മൾ പെട്ടിയാണ്. WASD കീ ലെറ്റർ ഉപയോഗിച്ച് കളിക്കൽ കുറേ കാലദേശം ഞാൻ മാറ്റി പിടിക്കുന്നത്. കാരണം ഈ ഒരു ലെഫ്റ്റ് ഹാൻഡും ഇത് വെച്ച് ഇങ്ങനെ അടിച്ച് കളിക്കലും മൗസിൽ റൈറ്റ് ഹാൻഡും, ഈ 2 സാധനമേ ഉള്ളൂ. നേരെ നോക്കി. പക്ഷേ ഇനി ഒന്ന് കിടന്നിട്ട് മലർന്നിരുന്നിട്ടെല്ലാം കളിക്കണം, അതിന് ഇതന്നെ വേണം. ഇതാ സാധനം. അതിന് ഈ സാധനം യൂസ്ഫുൾ ആക്കിയിട്ട് തന്നെ കളിക്കണം. ഇതിനോടൊരു നമുക്കൊരു ഒരു കണക്ടർ, എനിക്ക് എന്താ അതിൻ്റെ പേരൊന്നും വൃത്തിക്കറിയില്ല, ഞാൻ പറയാം. ഈ സാധനം കണക്ട് ചെയ്യേണ്ട സാധനം ഇത് PC-യിലാണ്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ TV-യിലാണ് കളിക്കുന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റേഷൻ്റെ സാധനത്തിൽ കുത്തിയിട്ടായാലും ഈ സംഭവം അങ്ങ് കുത്തി കയറ്റി കൊടുത്തിട്ട് കളിച്ചാൽ മതി. അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, ഇതൊരു നമ്മൾ ഏകദേശം ഇത് ഞാൻ എവിടെയോ കണ്ടിനല്ല. അത് താഴെ വീണേ, ഇതെല്ലാം താഴെ വീഴലാന്നല്ല, ഇതിപ്പോൾ എല്ലാം പോവോ. അപ്പോൾ നമുക്ക് എടുക്കാം, വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇതാ സാധനം. ഈ സാധനം ഞാൻ മൗസിലൊക്കെ കാണാറില്ല, നമ്മളെ മൗസിലെല്ലാം കണക്ട് ചെയ്യാനുള്ള
ആ ഒരു സാധനം പോലത്തെ സെയിം സാധനം തന്നെയാണ്, വ്യത്യാസമില്ല. ഇത് കളിക്കുമ്പം നമുക്ക് യൂസ് ചെയ്ത് കണക്ട് ചെയ്യാം. ഓക്കെ, ഇത് നമ്മളെ കൺട്രോളർ. ഇനി ഇത് വീഴല്ലേ കഴിഞ്ഞ് നമുക്ക് ഈ സാധനം ചാടാം. ഓക്കെ, ഇത് ആവശ്യമില്ല. അപ്പോൾ ഇതാണ് നമ്മളെ കൺട്രോളർ. എന്താ പറയുക, ഏകദേശം നല്ല മൊഞ്ചും ബർക്കത്തൊക്കെ ഉണ്ട്. അതിൻ്റെ ഓൾറൗണ്ട് ലുക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ബേസിക്കലി ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ്. ഞാൻ പറഞ്ഞ കൺട്രോളർ, ലെഫ്റ്റ് ട്രിഗേഴ്സ്, ലെഫ്റ്റ് ബട്ടൺസ് എല്ലാം ഉണ്ട്. സംഭവം സ്മൂത്ത് തന്നെ കേട്ടോ. നല്ല തൊടുമ്പോൾ നല്ല സുഖം ഉണ്ടാ. നല്ല 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 സ്മൂത്ത് തന്നെ ഉണ്ട് കേട്ടോ. സംഭവം കുഴപ്പമില്ല. സോ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, നല്ല ഇതുണ്ട്, നല്ല സ്മൂത്ത് തന്നെ. സംഭവം കുറച്ചൊരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട് ആ ഒരു പിടിക്കുമ്പോൾ. പിന്നെ ബേസിക്കലി ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഏകദേശം ബേസ് പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ബേസ് പ്രൈസാണ്. വലിയ രീതിയിൽ വലിയ എമൗണ്ട് ഒന്നുമല്ല. ഒരു നോർമലി ഒരാൾക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന കൺട്രോളറാണ്. കുറച്ചും കൂടി നല്ല ബ്രാൻഡിന് നല്ല ക്വാളിറ്റി സാധനം. പിന്നെ കൂടുതലും പോസിറ്റീവ് റിവ്യൂസൊക്കെ ഇട്ടിട്ട് കാണുന്നുണ്ട് ഞാൻ നോക്കുമ്പോൾ, വെബ്സൈറ്റിൽ ഓൺലൈനിലായിക്കോട്ടെ. പിന്നെ എവിടെ പോയാലും എന്തെങ്കിലും ആയിട്ട് ഒരു നെഗറ്റീവ് ഉണ്ടാവും. കാര്യമാക്കണ്ട, 2-3 നെഗറ്റീവ്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നെഗറ്റീവ് റിവ്യൂസ് ഇല്ല ഞാൻ പറയുന്നില്ല. ആഫ്റ്റർ ഓൾ എന്തിനും നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ടാവും. പിന്നെ എവിടെ പോയാലും ഏതെങ്കിലും ആയിട്ട് ഒരു റോങ് സാധനം ഉണ്ടാവും. അതുപോലെ അപ്പോൾ അത് കാര്യമാക്കണ്ട. പക്ഷേ കൂടുതലും ഒരു ആഫ്റ്റർ ഓൾ 10-ൽ ഒരു 6 ഔട്ട് ഓഫ് 10-ൽ പോസിറ്റീവ് റിവ്യൂസ് ഉണ്ട്. 7 ഔട്ട് ഓഫ് അത്രയും ഉണ്ട്. അപ്പം പിന്നെ വെച്ച് നോക്കുമ്പോൾ നല്ല സാധനം. പിന്നെ ഈ ഒരു സാധനത്തിന് യൂസ്ഫുൾ എന്ന് വെച്ചാൽ ബേസ് പ്രൊഡക്റ്റ് ആയിട്ടും ഇതിന് വൈബ്രേഷൻ സിസ്റ്റം ഉണ്ട്. എന്നുവെച്ചാൽ കളിക്കുമ്പോൾ, വെടിവെക്കുമ്പോൾ, ഓടുമ്പോൾ, തുള്ളുമ്പോൾ, വണ്ടി ഓടിച്ചിട്ട് സൈഡിൽ നിന്ന് തട്ടിത്തെറിക്കുമ്പോൾ എല്ലാം നമുക്ക് ഈ ഒരു ഹാൻഡിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഒരു സുഖം കിട്ടും. അതാ മെയിൻ സാധനം. ഇത് സൈഡിൽ നിന്ന് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഒരു വൈബ്രേഷൻ ഫീൽ ഉണ്ട്. വൈബ്രേറ്റർ മോഡ് ഓൺ ആക്കണം. അത് നമുക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി ലെവൽ നമുക്ക് കൂടാൻ പറ്റേ. എന്നുവെച്ചാൽ ലോ മോഡ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സംഭവങ്ങളെല്ലാം നമുക്ക് ഏകദേശം നല്ല രീതിയിൽ ഹൈ ആവണയൊക്കെ ഹൈ വൈബ്രേഷൻ ആയി തന്നെ വേണമെന്ന്. പിന്നെ ലോ വൈബ്രേഷൻ അതും വെക്കാം എല്ലാം. അപ്പോൾ ഏകദേശം ആ രീതിയിൽ തന്നെ ചെയ്യട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. ഏകദേശം നല്ല ലുക്ക് കാര്യങ്ങളിട്ട് ഇല്ലാണ്ടൊന്നുമില്ല. നല്ല വൈറ്റ് തന്നെ ചൂസ് ചെയ്യാൻ നിൽക്കുക. എൻ്റെ ഒരു അഭിപ്രായം വൈറ്റാണ്. കാരണം വൈറ്റ് കുറച്ചും കൂടി നല്ല രസമുണ്ട് കാണാനൊക്കെ. അതുപോലെ തന്നെ പിന്നെ എനിക്ക് പറയേണ്ട ഒരു കാര്യം തന്നെ, ഇമാതിരി സാധനങ്ങളെല്ലാം മേടിക്കുമ്പോൾ മോസ്റ്റ്ലി ഇലക്ട്രോണിക്സ് സാധനം മേടിച്ചില്ലെങ്കിൽ ആദ്യം തന്നെ ചാർജ് ചെയ്യാൻ വെക്കണം. അത് മെയിൻ കാര്യം. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് ഫാക്ടറിയിൽ നിന്ന് ചിലപ്പോൾ സെറ്റാക്കിയിട്ടായിരിക്കും നമുക്ക് കയ്യിൽ തരുന്നുണ്ടാകുക. പക്ഷേ എന്നാലും കുറച്ചും കൂടി ആ ഒരു ഇലക്ട്രോണിക് സാധനമാണ് സംഭവം. ഉള്ളിൽ നിന്ന് ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കുന്നതിന് ഒന്ന് ചൂടാക്കണം എന്ന് അറിയുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ സംഭവം അത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ചാർജ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം കുറച്ചും കൂടി ബെറ്റർ. ഐ മീൻ അതിൻ്റെ പ്രശ്നമൊന്നും വരാണ്ടിരിക്കാനാണ്. അതിന് കൂടുതലായിട്ട് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. പക്ഷെ ഞാൻ പറയാം സംഭവം ഇതുപോലെ ചാർജാക്കി വെക്കാം. അപ്പോൾ ഇതിലിപ്പോൾ പറയുന്നത് വെച്ചാൽ തന്നെ ഞാൻ ഇപ്പോൾ ChatGPTൻ്റെ അറിവ് വെച്ച് നോക്കുമ്പോൾ അതുപോലെ തന്നെ ഇതിലും പറയുന്നത് വെച്ചാൽ 2 മണിക്കൂർ മിനിമം ചാർജ് ചെയ്ത് വെക്കണം. ഇതിൻ്റെ ലോങ് ലാസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എത്രത്തോളം നേരം ഗെയിം കളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എന്താ പറയുക, നമുക്കൊരു മിനിമം 6-7 മണിക്കൂർ വിത്ത് വൈബ്രേഷനിൽ കളിക്കാൻ പറ്റും. വൈബ്രേഷൻ മോഡാകുമ്പോൾ കുറച്ചും കൂടി ചാർജ് നല്ലോണം കൺസ്യൂം ചെയ്യും. വൈബ്രേഷൻ ഓഫായിട്ട് നോർമലായിട്ട് ഈ ഒരു കൺട്രോളർ വെച്ച് കളിക്കുകയാണെങ്കിൽ നമുക്ക് മിനിമം അറൗണ്ട് 6 to 7 കിട്ടുക. വൈബ്രേറ്റർ ഓഫ് ആണെങ്കിൽ 9 hours സംതിങ്ങോളം ഈ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യും ഒരു ദിവസം കളിക്കുന്നത്. അപ്പോൾ 9 മണിക്കൂറെല്ലാം കളിച്ചിരിക്കുന്ന ഗെയിമേഴ്സൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും. രാവിലെ തന്നെ ഇതിൽ കുറ്റിയിരുന്ന് രാത്രി വരെ ഒരു ഭക്ഷണം തിന്നാണ്ട് കളിക്കുന്ന ഗെയിമേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർക്കല്ലോ വിത്തൗട്ട് വൈബ്രേഷൻ ആണെങ്കിൽ 9 hours 8 hours ഒക്കെ അപ്രോക്സിമേറ്റ്ലി ലോങ് ലാസ്റ്റ് ചെയ്യും. അല്ലാണ്ട് ഇത് വൈബ്രേറ്ററെല്ലാം വെച്ച് കളിച്ചാൽ നല്ല ഉഷാറായിട്ട് കളിച്ചാൽ ഒരു 6 മണിക്കൂർ 5 മണിക്കൂർ മിനിമം നിൽക്കും. അതന്നെ നല്ല ഉഷാറായിട്ട് കളിച്ചിരിക്കുക, നല്ല ചന്തി അറിയും. സത്യം പറഞ്ഞാൽ ഇരുന്ന് അങ്ങ് കളിച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് അറിയുന്നത്. അപ്പോൾ ഏകദേശം ആദ്യം തന്നെ ചാർജ് ചെയ്യുക. പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിച്ച് കൈ കിട്ടിയിട്ട് ഓണാക്കുന്നതിന് മുന്നേ തന്നെ ചാർജ് ചെയ്യുക. അതിനകത്ത് തന്നെ ചാർജർ ഇൻഡിക്കേറ്റർ നമുക്ക് ഇവിടെ കൊടുത്തിട്ടാണ്. ഈ ഒരു സാധനമാണ്, ഇതാണ് നമ്മൾ ഓണാക്കേണ്ട ബട്ടൺ. പവർ ഓഫ് ഓണാക്കി ഇതാണ്. ജസ്റ്റ് 2-3 seconds പിടിച്ചമർത്തിയാൽ മതി, സംഭവം ഓണാവും. പിന്നെ അതേപോലെ തന്നെ ചാർജ് ചെയ്താൽ ഫുൾ കളർ ഇൻഡിക്കേറ്റ് ആയിട്ട് കാണിക്കും, ഗ്രീൻ സംതിങ് എന്ന് വെച്ചാൽ യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതിങ്ങനെ PC-യിലേക്ക് കണക്ട് ചെയ്യാന്ന് വെച്ചാൽ ഡയറക്റ്റ് ഈ കാണുന്ന XYZ ബട്ടൺസ് ഉണ്ടാ, ഇതും അതുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. സോ ഇതിൽ HomePlus X ഉണ്ട്. അത് ഓരോന്നിനും ഓരോ കസ്റ്റംസാണ്. PC-ക്ക് വേറെയാണ്, ആൻഡ്രോയിഡിന് വേറെയാണ്, iOS-ന് വേറെയാണ്, പ്ലേ സ്റ്റേഷന് വേറെയാണ്. അപ്പോൾ HomePlus ഓരോ കസ്റ്റം കീസായിട്ടാണ് വരുന്നത്. ഏകദേശം X അമർത്തിയ X+ Home, X+ Y അങ്ങനെ HomePlus Y ആ രീതിയിലായിട്ട് കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ ബ്ലൂടൂത്തും കണക്ട് ചെയ്യുന്ന ഏകദേശം നമ്മൾ ഈ HomePlus X ആയിട്ടാണ് തോന്നുന്നത്. സോ ഞാൻ കണക്ട് ചെയ്ത് നോക്കിയില്ല. പിന്നെ ബ്ലൂടൂത്ത് യൂസ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും സിമ്പിളാണ് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു സാധനം. ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്താ പറയുക ഈ ഒരു പ്രൊഡക്റ്റ് വെച്ച് നിങ്ങൾക്ക് തന്നെ സത്യം പറഞ്ഞാൽ
നിങ്ങൾക്ക് ഫോക്കസ് കിട്ടിയെന്നൊന്നും അറിയില്ല. ഈ ഒരു സാധനം കണ്ട, ഈ ഒരു ചിപ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്താൽ കളിക്കാൻ പറ്റും. പിന്നെ വലിയ രീതിയിൽ യൂസ്ഫുൾ ആകേണ്ട ആവശ്യമൊന്നുമില്ല, വലിയ സീനൊന്നുമില്ല, ഡയറക്റ്റ് കളിക്കുക. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് കളിക്കുന്ന ഷോട്ട് ഞാൻ വേണ്ടി കാണിച്ചു തരാം. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ചാൽ ഓണാക്കുന്ന സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. കളിക്കുന്ന ഷോട്ടും കൂടി ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഓക്കെ, സോ ഇപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് ഏകദേശം കാണാൻ പറ്റും നമ്മുടെ ഇവോ ഫോക്സിൻ്റെ കൺട്രോളർ. ഇപ്പോൾ ഇവിടെ ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ട്. പിന്നെ ഇതേപോലെ നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണമെങ്കിൽ ഏകദേശം ഇത് ഈ ഹോം പ്ലസ് ഇത് അമർത്തിയിട്ടാണ് ഏകദേശം കണക്ട് ചെയ്യൽ. അത് നിങ്ങൾ വാങ്ങിച്ചതിന് പർച്ചേസ് ചെയ്ത് കണക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു ഐഡിയ കിട്ടും. പിന്നെ നമുക്ക് ഗെയിം ഏകദേശം നമുക്ക് റൺ ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെയാണ് വൈബ്രേറ്റർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുക. പിന്നെ ഹോൾ ഏകദേശം നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഏകദേശം നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ലെഫ്റ്റ് ട്രിഗേഴ്സും ബട്ടൺസ് ഏകദേശം നല്ല രീതിയിലുണ്ട്. അത് തന്നെ ബാക്കിലും 2 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാധനം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇവർ കൊടുത്തൊരു അഡ്വാൻറ്റേജ് ഈ ഒരു സാധനത്തിൽ പിൻ ചെയ്താൽ തന്നെ നമുക്ക് എല്ലാ സാധനവും റീസെറ്റ് ആവുന്നതാണ്. സോ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ല ഗെയിം പ്ലേ എങ്ങനെ ഉണ്ടെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കി നോക്കാം അതിനനുസരിച്ചിട്ട്. സോ ഗൈസ്, ഇതായിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. നമ്മളിത് ആ സ്ക്രീനിലുണ്ട്. സ്ക്രീനിൽ കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. ഇതുപോലെ നമുക്കിതാ ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് ട്രിഗേഴ്സ് അമർത്തുമ്പോൾ ആക്സിലറേഷൻ പോകുന്നുണ്ട്. എൻ്റെ വണ്ടി ഓടിക്കുന്ന വേണ്ടിയിട്ട് ആരും കളിയാക്കണ്ട. ഇത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ കളിക്കുന്നത്. ഇതിനേക്കാൾ നല്ലോണം കിടുകെട്ടിയിട്ട് കളിക്കുക. ഇപ്പം ഞങ്ങൾക്ക് തൽക്കാലം കാണിച്ചു തരാം. ഈ ട്രിഗേഴ്സ് ഇങ്ങനെ അമർത്തിയാൽ തന്നെ ആക്സിലറേഷൻ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ സംഭവം വർക്കിംഗ് ആണതാ. നമുക്ക് ക്യാമറാസ് ചേഞ്ച് ചെയ്യേണ്ടത് ഇതുപോലെ ഇങ്ങനെ നോക്കാം. നമുക്ക് വണ്ടീൻ്റെ കോലൊന്നും കണ്ട് ആരും ജഡ്ജ് ചെയ്യരുത്. അപ്പോൾ ഇതിങ്ങനെ പോകുമ്പോൾ നമുക്ക് സൈഡിൽ നിന്ന് എടുത്ത് വൈബ്രേഷൻസ് ഫീൽ ചെയ്യാൻ പറ്റും. എനിക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ നല്ല നല്ല രീതിയിൽ വൈബ്രേഷൻസ് അടിക്കേണ്ടത്. നല്ലൊരു രസമുണ്ട് കേട്ടോ സംഭവം. നമുക്ക് ഏകദേശം നൈട്രസ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാ നമ്മളെ ഹാൻഡ് ബ്രേക്ക് സംഭവം. പിന്നെ വണ്ടി റിവേഴ്സ് അടിക്കണമെങ്കിൽ ഈ ലെഫ്റ്റ് ട്രിഗേഴ്സ് അടിക്കേണ്ടത്. ലെഫ്റ്റ് ബട്ടൺ ക്യാമറ ചേഞ്ചിങ് ആണ്. ഏകദേശം നല്ല രീതിയിൽ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഗെയിം കളിക്കുമ്പോൾ തന്നെ ആ സംഭവം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ഗൈസ്, ആഫ്റ്റർ ഓൾ ഇതൊരു നല്ലൊരു ബേസ് പ്രൊഡക്റ്റ് തന്നെയാണ്. എനിക്ക് ബേസ് പ്രൈസിലൊരു ബേസ് പ്രൊഡക്റ്റ് തന്നെയാണ്. സോ നിങ്ങൾക്ക് എന്തായാലും ചെറിയ പൈസ ഒക്കെ ഉണ്ടെങ്കിൽ ഐ തിങ്ക് അറൗണ്ട് ഞാൻ പർച്ചേസ് ചെയ്ത 1500 മുകളിലാണ്. അപ്രോക്സിമേറ്റ്ലി ഒരു 1700 ആയിട്ടുണ്ടാവും ഡെലിവറി അടക്കം. അപ്പോൾ ഞാൻ ഓൺലൈൻ തന്നെയാണ് പർച്ചേസ് ചെയ്തത്. കുറച്ച് പേടി ഉണ്ടായിരുന്നു ഈ സാധനം. അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായില്ല ആ സമയം. അപ്പോൾ എനിക്ക് നല്ലൊരു റിസ്ക് ഉണ്ടായതുകൊണ്ട് ഇനി സാധനം വല്ല ഉടായ്പ വരുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ കയ്യിലെത്തിയതും നല്ല സേഫ് സാധനം തന്നെയാണ്. ഒരു സീനിലെ കളിച്ച് നല്ല എക്സ്പീരിയൻസ് ഒക്കെ തോന്നി. എന്തായാലും ഈ ഒരു ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് എഫോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ചെറിയ പൈസ 1500 രൂപയിൽ. കാരണം നല്ലൊരു പ്ലേ സ്റ്റേഷൻ്റെ കൺട്രോളറിനൊക്കെ ഏകദേശം 5000-ന് മുകളിലുണ്ട്, 5000-6000-ന് മുകളിൽ. പക്ഷേ അത് കുറച്ചും കൂടി പ്രീമിയം സെറ്റപ്പാണ് വിചാരിക്കുന്നതല്ല. ഇവിടെ ടച്ച് സെൻസർ പാഡൊക്കെ ഉണ്ട് ആ പ്ലേ സ്റ്റേഷൻ്റെ നമ്മളെ കൺട്രോളറിന്. പക്ഷേ അത് കുറച്ചും കൂടി എക്സ്ട്രീം ലെവൽ ഫീലും അതിൻ്റേതായ ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ ആ പ്ലേ സ്റ്റേഷൻ്റെ സാധനം തന്നെയാണല്ലോ, അപ്പോൾ അതിൻ്റേതായ പൈസ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ സാധനം ബേസ് പ്രോഡക്റ്റ് നല്ലൊരു സംഭവം തന്നെയാണ്. ഇനി അതുപോലെ തന്നെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഇനി അതല്ല ഇവരെ ബ്രാൻഡിൻ്റെ വെബ്സൈറ്റിൽ പോയാലും നിങ്ങൾക്ക് കിട്ടാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഒരു സ്റ്റാൻഡും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ കൺട്രോളറിൻ്റെ സ്റ്റാൻഡ്. സോ ബേസിക്കലി ഇത് വാങ്ങിക്കുമ്പോൾ നെസസറി ആയിട്ട് വാങ്ങിച്ചു. കാരണം ഈ കൺട്രോളർ എന്ന് പറയുമ്പോൾ അത്രക്കും സേഫായിട്ട് കൊണ്ടു നടക്കേണ്ട സാധനമാണെന്ന് വിചാരിക്കുന്ന പോലെയല്ല. ആടിയിടിയും വലിച്ചെറിയ ആടാന്ന് പറഞ്ഞാൽ ആസ് എ ഗെയിമർ ഇതൊരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനം. അവർ എത്രത്തോളം നല്ല വൃത്തിക്ക് നോക്കുന്നു. അപ്പോൾ അത് നിങ്ങളെ കെയർ കൊടുക്കേണ്ട ഒരു സാധനം തന്നെയാണ്. നിങ്ങളെ സ്വന്തം ഓളം നോക്കുന്നവർ തന്നെ നോക്കണം. അല്ലെങ്കിൽ ഈ സാധനത്തിന് നല്ല പണിയൊരാവുണ്ട്. കളിച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് ആട് തട്ടിയിട്ടിട്ട് നോക്കല്ല. ഇതിനായിട്ട് നല്ലൊരു സ്റ്റാൻഡ് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ തന്നെ ആ രീതിയിൽ നല്ല വൃത്തിക്ക് ഉപയോഗിക്കുക. ഇതേപോലെ ഈ ഒരു സാധനം വെച്ചാൽ തന്നെ ടേബിളിൽ നിങ്ങൾക്ക് കംഫർട്ടബിളായ സ്ഥലത്ത് നിങ്ങൾക്ക് ഇതുപോലെ വെച്ചിട്ട് ഉപയോഗിച്ച് വെക്കുക. ഇതുപോലെ സ്റ്റാൻഡായിട്ട് ഉപയോഗിച്ചാൽ ഈ വൃത്തിക്ക് ഇങ്ങനെ വെച്ചാൽ നല്ല രസമുണ്ടാവും അല്ലേ. അപ്പോൾ സംഭവം ഇപ്പോൾ കാണുന്നില്ല. അതുപോലെ എവിടെയെങ്കിലും വെച്ചാൽ അപ്പോൾ ഇതും ഞാൻ ഏകദേശം ഈ ഒരു സെയിം പ്രോഡക്റ്റ് ഞാൻ ഓൺലൈൻ തന്നെയാണ് പർച്ചേസ് ചെയ്തത്. ഇത് അറൗണ്ട് കുറച്ച് 300 rupees ആയിട്ടുണ്ട്. ഐ തിങ്ക് ദിസ് ഇസ് പ്ലാസ്റ്റിക് സംതിങ്. പക്ഷേ 300-നുള്ള വെർത്ത് ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അത്രയൊന്നും തോന്നുന്നില്ല. കാരണം ഒരു നോർമൽ ഒരു പ്ലാസ്റ്റിക് സാധനം ഇത്ര ഒരു ബെൻഡായി കിടക്കുന്നത്. അപ്പോൾ ഇതിനൊരു 300 rupees ഉണ്ട്. എനിക്കൊരു 150 വർത്ത് ഐറ്റാണ്. ഇനി ഏത് മാർക്കറ്റിലെല്ലാം പോയാൽ 150 രൂപ കൊടുക്കേണ്ട സാധനം എനിക്കിത് ഓൺലൈനിൽ 300 രൂപ കൊടുക്കുന്നത്. പക്ഷെ എന്തായാലും ഞാൻ ഇത് മേടിച്ചു ആവശ്യമുള്ളതുകൊണ്ട് തന്നെ. സോ ഇതും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്താൽ മതി. സോ അപ്പോൾ നമ്മളെ ഇന്നത്തെ കൺട്രോളറിൻ്റെ റിവ്യൂ ഇത്രയേ ഉള്ളൂ. ഞാൻ കൂടുതലായിട്ട് പിന്നെ പറഞ്ഞ് ഓവറാക്കുന്നില്ല. എന്തായാലും ഇതിൻ്റെ ലിങ്കും മറ്റേൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ആൻഡ് ഓൾസോ വൺ തിങ്, റിവ്യൂ എങ്ങനെ ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. എൻ്റെ ഫസ്റ്റ് റിവ്യൂ ബ്ലോഗാണ്. ഇനിയും റിവ്യൂ ബ്ലോഗ്സ് വരുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും അപ്ലോഡ് ചെയ്ത് തരാം.
സോ ഇവോഫോക്സിൻ്റെ കൺട്രോളറിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ള, അൺബോക്സിംഗ് കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു വിചാരിക്കുന്നു. സോ ഫൈനലി നമ്മളെ വീഡിയോ അവസാനിപ്പിക്കുക. ഇത്രയും നമ്മളെ വീഡിയോ. എന്തായാലും കൺട്രോളർ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്തോ. പിന്നെ അഥവാ പ്ലാൻ ഉണ്ടെങ്കിലും ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്തോ. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത നമ്മളെ വീഡിയോ എന്തായാലും ഇനിയും വരുന്നതാണ്. സോ എല്ലാവരും സബ് അടിക്കുക, സോ ലൈക്ക് ചെയ്യുക. സോ അടുത്തൊരു റിവ്യൂ വ്ളോഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്ളോഗായിട്ട് വരുന്നതൊക്കെ നമുക്ക് എന്തായാലും കാണാം. അപ്പോൾ ശരി, ഞാൻ ഇത് വെച്ച് കളിക്കേണ്ട സമയമായി. കുറേ നേരമായി വായിട്ട് വർത്താനം പറയുന്നത്, ഇനി കളിക്കണം നമുക്ക്. ഓക്കെ, അപ്പോൾ സോ ബൈ ഗൈസ്.